സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നറിഞ്ഞേക്കും. CPIM PB യോഗത്തിൽ നിന്ന് തീരുമാനമുണ്ടായേക്കും. പിണറായി വിജയന് തന്നെയാണ് സാധ്യത. പിണറായി എതിർത്താൽ മാത്രമാകും മറ്റു പേരുകൾ പാർട്ടി പരിഗണിക്കുക. അതിനിടെ കേരളത്തിലുണ്ടായത് ഭരണവിരുദ്ധ വികാരമല്ല എന്നാണ് CPIM PBയുടെ വിലയിരുത്തൽ. 5 വർഷം കൂടുമ്പോഴുണ്ടാകുന്ന ഭരണമാറ്റം എന്ന കേരളത്തിന്റെ പൊതു സ്വഭാവം 10 വർഷത്തിനിപ്പുറം നടന്നുവെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വീഴ്ചകൾ താഴെത്തട്ട് മുതൽ പരിശോധിക്കണമെന്ന കീഴ്ഘടകങ്ങൾക്ക് PB നിർദ്ദേശം നൽകും. അതിനിടെ ഇന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ MV ഗോവിന്ദനും പിണറായി വിജയനും തയ്യാറായില്ല. YS അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനം അറിയുമെന്നാണോ? PBയുടെ വിലയിരുത്തൽ ഇവിടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ്. എന്തൊക്കെയാണ് യോഗത്തിൽ ചർച്ചയായത്? പിണറായി വിജയനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടായോ? സ്മൃതി, PB യോഗത്തിനകത്ത് കേരളത്തിലെ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകളാണ് പ്രധാനമായിട്ടും നടന്നത്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമല്ല ഉണ്ടായിരിക്കുന്നത്, ഭരണമാറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. 5 വർഷത്തിനിപ്പുറമാണ് സാധാരണയായിട്ട് കേരളത്തിൽ ഭരണം മാറാറുള്ളത്. ഇത്തവണ 10 വർഷത്തിനിപ്പുറം ഭരണമാറ്റം അതുണ്ടായി എന്നുള്ള വിലയിരുത്തലിലേക്കാണ് PB എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഇപ്പോഴുമുള്ളത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിണറായി വിജയൻ തന്നെ വരണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ച ആവശ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യം കൃത്യമായി തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോളിറ്റ് ബ്യൂറോയിലും അവതരിപ്പിച്ചു. പ്രായപരിധിയൊക്കെ ഒരു ചെറിയ പ്രശ്നമായി ചൂണ്ടിക്കാണിച്ചെങ്കിലും കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിയിൽ ഇളവ് നൽകിയ ഒരാൾക്ക് അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ പ്രായപരിധി അത് ഇളവുണ്ടാകാനും സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ സന്നദ്ധനാണെങ്കിൽ അദ്ദേഹം തന്നെ പ്രതിപക്ഷത്തെ നയിക്കാനായിട്ട് എത്തും. അല്ലെങ്കിൽ മറ്റൊരു പേരിലേക്ക് കടക്കാനാണ് CPIM നേതൃത്വത്തിന് തീരുമാനം. സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നൊക്കെയായിരുന്നു ഇന്നലെ MV ഗോവിന്ദൻ അടക്കം വ്യക്തമായത്. പക്ഷേ പോളിറ്റ് ബ്യൂറോയിൽ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. കേരളത്തിലുണ്ടായത് വലിയ തോൽവിയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ടൊക്കെയോ കൺസോളിഡേറ്റ് ചെയ്തു പോയി. BJPയിലേക്ക് കാര്യമായ വോട്ടുകൾ അത് CPIM പാർട്ടി വോട്ടുകൾ മാറിയിട്ടില്ല എന്നിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടിയുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ള ആകാംക്ഷയാണ്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കോൺഗ്രസ് ചർച്ചകളുടെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളതിൽ ആണെങ്കിൽ ഇപ്പോൾ അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. പിണറായി പ്രതിപക്ഷ നേതാവ് അയക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.